ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിലും നാളെ ഡോക്ടർമാരുടെ സമരം. PG സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ OP വാർഡ് ഡ്യൂട്ടി ബഹിഷ്കരിക്കും. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്ന ആവശ്യം. KGMOയെ കരിദിനം ആചരിക്കും. ബംഗാളിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ആർജിക്കാർ ആശുപത്രിയിൽ വൻ സംഘർഷം. പുറത്തുനിന്നെത്തിയ സംഘം ആശുപത്രി അടിച്ചു തകർത്തു. പ്രതിഷേധക്കാർക്കും പോലീസിനുമെതിരെയും ആക്രമണം. എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടത്തെ ചൊല്ലി വിവാദം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. നാടിന്റെ അതിജീവനത്തിന് ഊർജ്ജം പകരുന്നതാകണം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാവില്ല, നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ സ്വാതന്ത്ര്യദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചാരണത്തിന് പിന്നിൽ ഇടതുപക്ഷമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കെ സുധാകരൻ. മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം ഇടതുപക്ഷത്തിന്റെ രീതിയിലെന്ന് ബിനോയ് വിശ്വം. സ്ക്രീൻഷോട്ടിൽ ക്രിമിനൽ നടപടി വേണമെന്ന് കെ സുരേന്ദ്രൻ. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 4 ലക്ഷം രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തി അഗ്നിരക്ഷാ സേന. ബെയിലി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു.